അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, വിശുദ്ധമായ ദുൽഖഅദ മാസം, ദുൽഖഅദ മാസത്തിൻ്റെ 20ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. നാളെ 20ാമത്തെ പകൽ, 20ാമത്തെ ദിവസം. അൽഹംദുലില്ലാ, ഇനിയുള്ള ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മളിലേക്ക് ദുൽഹിജ്ജ മാസം കടന്നു വരുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ അൽഹംദുലില്ലാ എല്ലാ ദിവസവും നിങ്ങൾ ദിക്റിൻ്റെ മജ്ലിസ്, അതുപോലെ ഈ സ്വലാത്തിൻ്റെ മജ്ലിസ് ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് പറയാറുണ്ട്, ഉസ്താദെ ഞങ്ങൾ മജ്ലിസിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല കബൂലാക്കട്ടെ. പക്ഷേ ഈ മജ്ലിസ് കൊണ്ട് മാത്രമായില്ല കേട്ടോ. മജ്ലിസ് ഉസ്താദെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, അത് മാത്രമായില്ല. നമ്മൾ സ്വന്തമായി പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ആയത്തുൽ കുർസി ഓതുന്നവരാണ്, ഓതേണ്ടവരാണ്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 പറയുന്നവരാണ്, പറയേണ്ടവരാണ്. അതുപോലെ നമ്മൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് സൂറത്ത് യാസീനൊക്കെ നമ്മൾ മുമ്പ് ഓതിയിരുന്നു പണ്ട് അല്ലേ. സൂറത്തുൽ വാഖിയയും അതുപോലെ തന്നെ സൂറത്ത് ദഹ്റും സൂറത്തുൽ മുൽക്കും ഒക്കെ ഓതിയവരാണ്. പക്ഷേ ഈ ഒരു യൂട്യൂബിൻ്റെ കാലമായപ്പോൾ, ഈ കൊറോണയ്ക്ക് ശേഷം, കൊറോണയുടെ സമയത്തൊക്കെ ഒരുപാട് ഓൺലൈൻ മജ്ലിസുകളൊക്കെ വന്ന് അവസാനം നമ്മൾ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്ന ആ ദിക്റുകൾ, ആ ഖുർആൻ പാരായണങ്ങൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഓൺലൈൻ ദിക്ർ മാത്രമാക്കിയാൽ അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ പുണ്യമായ അമലുകൾ നമ്മൾ തുടർത്തിക്കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ നമ്മുടെ മജ്ലിസ് ഒന്നിച്ചിരുന്ന് കാണുക. ഇത് ഇന്ന് രാത്രി തന്നെ നിങ്ങൾ കാണണമെന്നില്ല. നാളെ പകലാണെങ്കിലും മറ്റന്നാൾ പകലാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മുടെ മജ്ലിസ് കേട്ടാൽ മതി, അതിൽ പങ്കെടുത്താൽ മതി. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് കിടക്കാം. മഹാന്മാരായ ഔലിയാക്കന്മാർ, ആ ഔലിയാക്കന്മാർ സ്ഥിരമായി ചൊല്ലുന്ന ഒരുപാട് വെറുതുകളുണ്ട്. അവർ സ്ഥിരമായി അത് മുടക്കാതെ അവരിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഏത് വലിയനെടുത്താലും നമ്മുടെയൊക്കെ പരിസരത്ത് ഒരുപാട് മക്ബറകൾ ഉണ്ടാവും അല്ലേ. ആ മക്ബറകളിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മഹത്തുക്കൾ, അവരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിയാൽ എപ്പോഴും എന്തെങ്കിലും ദിക്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഔറാദ്, ഒരു ദിക്ർ നമുക്കൊന്ന് ചൊല്ലിയാലോ? അള്ളാഹു തആല അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും തരട്ടെ. ഇത് അള്ളാഹുവിൻ്റെ ചില വിശേഷണങ്ങളാണ്, ഇസ്മുകളാണ് ഈ ഒരു ഔറാദിൽ ആ മഹത്തുക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കൊന്ന് പറയാം. അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. 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 അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു
അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അഫ്ളലു ദിക്ർ, ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഈ ദിക്ർ ഒഴിവാക്കിയിട്ട് ഒരു മജ്ലിസുമില്ല. അഫ്ളലു ദിക്ർ, ദിക്റുകളുടെ ഏറ്റവും തലതൊട്ടപ്പനായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ് അല്ലേ? സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ദിക്റാണ്, വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ അർശിൽ എഴുതപ്പെട്ടിട്ടുള്ള വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിന്റെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് ഈ സ്വർഗം കാണാനും സ്വർഗത്തിന്റെ ഉള്ളിൽ കടക്കാനും ഒക്കെ സൗഭാഗ്യമുണ്ടാകും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മരിച്ചവനെ മരിക്കുന്ന സമയത്ത് ഈ ഒരു കലിമ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാഹ് എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്ർ ഒന്ന് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്കറിയാം ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. നമ്മുടെ രാജ്യവും പല രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് പ്രതിസന്ധിയിലൂടെയൊക്കെയാണ് പോകുന്നത്. നമ്മുടെ രാജ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ. നമ്മുടെ അയൽവാസികളുമായി പലരും പ്രശ്നത്തിലാണ്, പിണക്കത്തിലാണ്. മക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഭാര്യ സന്താനങ്ങൾ എല്ലാവരും പരസ്പരം മനുഷ്യനാണല്ലോ. അപ്പോൾ ഒന്നോ രണ്ടോ പറഞ്ഞൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹുവേ പരിഹാരം തരണം. പരിഹാരമൊക്കെ നിൻ്റെ അടുക്കലാണ്. സമാധാനം ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും തരണം എന്ന് നമുക്ക് ഏകദേശം അർത്ഥം വരുന്ന പുണ്യമായ ഒരു ദുആ. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഈ ദുആ പറയാറുണ്ട്. അതുമാത്രം പോരാ, നമ്മൾ എപ്പോഴും അധികരിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് സലാം കിട്ടാൻ, ഇൻഷാ അല്ലാഹ് സമാധാനം കിട്ടാൻ, സലാമത്ത് കിട്ടാൻ, നമുക്ക് ശാന്തി കിട്ടാൻ ഈ ദുആ തന്നെ മതിയാകും. ഒന്ന് പറഞ്ഞാലോ?
اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാർക്ക് ഒരു ദിവസം പറഞ്ഞു കൊടുത്തു, സ്വഹാബിമാരെ, എൻ്റെ സഹോദരനായ ഒരു പ്രവാചകൻ പറഞ്ഞ ഒരു ദിക്ർ, ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ വാചകം നിങ്ങൾ എത്ര പ്രാവശ്യം പറയുന്നോ അത്രമാത്രം അല്ലാഹു തആലയ്ക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടാകും. മാത്രമല്ല നമ്മുടെ പാപങ്ങളും അബദ്ധങ്ങളും തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരാനുള്ള ഒരു തൗബയുടെ വചനം കൂടിയാണ് ഇനി പറയുന്നത്. മാത്രമല്ല ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും കിട്ടാൻ ഉപകരിക്കുന്ന ഒരു പുണ്യമായ വാചകം കൂടിയാണത്. ഏതാണത്? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ പുണ്യമായ ഒരു ദിക്ർ. അതൊരു ദുആയാണ്, അതൊരു ഖുർആൻ ആയത്താണ്, എല്ലാമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞു. لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا
അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമ്മൾ ഒരു ദിവസം നമ്മുടെ ചാനലിൽ ചോദിച്ചിരുന്നു, നിങ്ങൾ ചൊല്ലുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ പ്രധാനപ്പെട്ട ഇസ്മുകൾ ഏതാണ്? അപ്പോൾ ഒരുപാട് പേര് യാ റഹ്മാൻ യാ അള്ളായാണ്, യാ റഊഫ് യാ അള്ളാ, യാ ഫത്താഹു യാ അള്ളാ, ഇങ്ങനെ ഒരുപാട് ഇസ്മുകൾ പലരും പറഞ്ഞു. അതിൽ 2 ഇസ്മുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉമ്മമാരും ഉപ്പമാരും ചൊല്ലുന്നു. ഒന്ന് യാ ഫത്താഹു യാ അള്ളാ, 2 യാ ലത്തീഫ് യാ അള്ളാ. കാരണം ഇത് രണ്ടും വലിയ പവറുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്. നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള വലിയ ഒരു മാതൃകയാണ്, വലിയൊരു മാർഗമാണ് ഈ 2 ഇസ്മുകൾ. വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. എല്ലാ വിജയങ്ങളും തുറന്നു തരുന്ന, അല്ലേ, എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കാൻ അള്ളാഹുവിന് വളരെ നിസ്സാരമായ സമയം മതി. അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന ഈ 2 ഇസ്മുകൾ ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് വലിയ ഗുണം കിട്ടും. അള്ളാഹുവെ എൻ്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണം, എൻ്റെ വിഷമ പ്രയാസങ്ങൾ മാറ്റിത്തരണം എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ 2 ഇസ്മുകളും ഒന്നിച്ചു പറയാം. യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. ഇബ്രാഹിം നബിയുടെ സ്മരണയാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, അല്ലേ? ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, വിശുദ്ധമായ കഅബ, സൊഫ, മറുവ, അതുപോലെ തന്നെ സംസം,
അതുപോലെ തന്നെ ജംറകളിൽ കല്ലെറിയുക, മിന, ഇതൊക്കെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും ഓർമ്മകൾ തിങ്ങി നിറയുന്ന ഒരു സുന്ദരമായ അമലുകളാണ്. അപ്പോൾ ഇബ്രാഹിം നബിയെ സ്മരിക്കുന്ന പവിത്രമായ മാസം, ആ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട കുറച്ച് ദിക്റുകൾ, അതുപോലെ തന്നെ കുറച്ച് തസ്ബീഹുകളൊക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് പറയണം. അതിൽപ്പെട്ട ഒന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എറിയപ്പെട്ടു. ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്തെന്നറിയോ? നമുക്കൊന്ന് പറഞ്ഞാലോ? ഏത് പ്രതിസന്ധി പ്രശ്നങ്ങൾ വന്നാലും ഇബ്രാഹിം നബിയെപ്പോലെ ഈമാനുള്ളവരായി നമ്മൾ മാറാൻ ഈ ദിക്ർ നമുക്ക് പര്യാപ്തമാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞു പറഞ്ഞോ, എല്ലാ പ്രശ്നങ്ങളും ഇൻഷാ അല്ലാഹു തആല മാറ്റി തരണം. ആ ഒരു രൂപത്തിലാവണം നമ്മുടെ ഈ ദിക്റിന്റെ പറച്ചിൽ. നല്ല ഇഖ്ലാസോടുകൂടി പറഞ്ഞോ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, തസ്ബീഹിൻ്റെ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഓരോ തസ്ബീഹാത്തുകൾക്കും, ഓരോ ദിക്റുകൾക്കും, ഓരോ സ്വലാത്തുകൾക്കും ഒരുപാട് വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. അത് മുഴുവനും റബ്ബ് നമുക്ക് തന്ന് നമ്മുടെ മീസാൻ എന്ന തുലാസ് ഭാരം തൂങ്ങുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആ ഇറക്കണം എന്ന് കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ നേരിട്ടുമൊക്കെ കണ്ടു പറയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അൽഹംദുലില്ലാ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ഇറക്കുന്നുണ്ട്. നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നിരുന്ന് ടൈപ്പ് ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട്. അവർ കമൻറ്റ് എഴുതാൻ അറിയില്ല ഉസ്താദെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ തന്നാൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ഇറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ, നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ഇറക്കും. നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കടങ്ങൾ മാറാൻ, കച്ചവടത്തിൻ്റെ കാര്യം എല്ലാം പറഞ്ഞ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, അതുപോലെ തന്നെ ബാക്കി മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് നേരെ ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ.
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والമുസ്ലിമീന വൽമുസ്ലിമാത്. അർഹമുർ റഹീമീനായ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് കുറവുകളും ഞങ്ങൾ പറഞ്ഞതിൽ ഓതിയതിൽ ചൊല്ലിയതിൽ ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് അബദ്ധങ്ങളുണ്ട്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണേ അല്ലാ. ഇത് ഓതിയ ഉമ്മമാർക്കും ഇത് പറഞ്ഞ വാപ്പമാർക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് തെറ്റുകൾ, ഒരുപാട് പാപങ്ങൾ, ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനിയുള്ള കാലം നിനക്കും നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം പ്രദാനിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണയല്ലാ. ഭാര്യ സന്താനങ്ങൾക്ക് ഖൈറ് കൊടുക്കണയല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാര് പലരും ഖബറിലാണ്, അവർക്ക് നീ സന്തോഷം കൊടുക്കണയല്ലാ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഒരുപാട് നാളുകൾ ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്ത പലരും ഖബറിലാണ് റബ്ബേ. എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണയല്ലാ. മഗ്ഫിറത്തും റഹ്മത്തും അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. അതിന് ഈ സദസ്സുകളെല്ലാം നീ കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരെല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ വാപ്പമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ആൺമക്കൾ, അല്ലാഹു, അവർക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അവരുടെ കച്ചവടം, ബിസിനസ് എല്ലാം നീ അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. അവരുടെ തൊഴിൽ, അല്ലാഹു, എല്ലാ വിധത്തിലുള്ള നന്മയിലുമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ സഹോദരിമാര്, എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഇനി അവരെ നീ വേദനിപ്പിക്കല്ലേ അല്ലാ. ദുനിയാവിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ്, അവർക്ക് നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സ് കാണുന്ന, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന, ഈ ദിക്റിന്റെ മജ്ലിസിൽ, അതുപോലെ ഞങ്ങളുടെ രാവിലെയുള്ള മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉസ്താദേ ദുആരക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ദുആ വസിയ്യത്തുകൾ എഴുതാറുണ്ട് റബ്ബേ. നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട് അല്ലാ. ആരെല്ലാം ഏതൊക്കെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം കമന്റ് എഴുതിയിട്ടുണ്ടോ, എന്തെല്ലാം ദുആ വസിയ്യത്ത് പറയുന്നുണ്ടോ, എല്ലാവരുടെയും എല്ലാ ഹലാൽ
ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കണേ അല്ലാ. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ്, കടത്തിലാണെന്ന് പറഞ്ഞവരുണ്ട്. കോടിക്കണക്കിന് രൂപ കടമാണ്, ലക്ഷക്കണക്കിന് രൂപ കടമാണ്. ഉസ്താദ് ദുആരക്കണമെന്ന് പറഞ്ഞ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു അവരുടെ കടങ്ങൾ, ഞങ്ങളുടെ കടങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ വേഗത്തിൽ വീട്ടാനുള്ള വഴി തുറന്നു തരണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ പഠനങ്ങളിൽ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ റിസൾട്ടുകളൊക്കെ ഇനി വരാനുണ്ട്, പലരുടെയും പരീക്ഷകൾ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഉന്നതമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഇന്നത്തെ കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്. എല്ലാവിധത്തിലുള്ള മയക്കുമരുന്നിന്റെ മോശത്തരത്തിന്റെ ഉപയോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും ഹജ്ജിനായി ഉംറക്കായി പോയിട്ടുള്ള ഹാജിമാർ അവരെ നീ കാക്കണേ അല്ലാ. അവരുടെ ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കാനുള്ള ഓർമ്മശക്തി അവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ വീടില്ലാതെ വിഷമിക്കുന്നു, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന് നീ സമാധാനവും ശാന്തിയും നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ലോക മുസൽമാന് നീ ഇസ്സത്തും അഭിമാനവും നിലനിർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ. എല്ലാവിധ ഖൈറിലും ബറക്കത്തിലും ഞങ്ങളെ ആക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിന് നീ പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ ഖൈറിലും ബറക്കത്തിലും ആക്കണേ അല്ലാ. അവരുടെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്, കോളേജുകൾ തുറക്കുകയാണ്. റബ്ബേ, ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ പഠനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ പേരക്കുട്ടികൾക്ക് അല്ലാഹുവേ പടച്ചവനെ, നല്ല നല്ല കോഴ്സുകൾ എടുക്കാനും അതിൽ പാസ്സായി നല്ല ഖൈറായ ഒരു ജീവിതം അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ കാര്യവും ഞങ്ങൾ തവക്കുലാക്കുകയാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ ഈ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.